ഹേയ് ഓൾ, വെൽക്കം ബാക്ക്. ഇവിടെ സൗദി അറേബ്യയിൽ വരുന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ ഏറ്റവും അത്ഭുതകരമായി തോന്നിയൊരു ഷോപ്പാണ് ഇവിടുത്തെ 5 റിയാൽ ഷോപ്പ് എന്ന് പറയുന്നത്. എവറിത്തിങ് ഇൻ അണ്ടർ 5 റിയാൽസ്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയായിരിക്കും. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇതൊരു ചൈനീസ് പ്രോഡക്റ്റ് ആയിരിക്കും, അതിനത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല എന്നെല്ലാം. എങ്കിലും നമ്മുടെയൊക്കെ ഒരു കാര്യം എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വരുന്ന ആളുകളൊന്നും അല്ലല്ലോ. നമ്മൾ ജസ്റ്റ് റെൻ്റൽ ഹൗസ് എല്ലാം എടുത്തിട്ട് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഈ ഷോപ്പ് തന്നെ ധാരാളമാണ്. എന്നാലോ അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പ്രോഡക്ട്സ് അവിടെ അവൈലബിൾ ആണ്. അതും നല്ല അഫോർഡബിൾ റേറ്റിനാവുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം 2 പീസസിനാണ് 5 റിയാൽസ് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടുത്തെ എനിക്ക് കാണാൻ കുറച്ച് ഭംഗിയായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ആക്ച്വലി ഇന്ന് നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതൊന്നും അല്ലായിരുന്നു. മോന് എന്തോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ നമ്മളിവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കരുതി എന്തായാലും മുമ്പ് ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തപ്പോൾ അതിന് നല്ല റെസ്പോണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഷോപ്പിലെ ഏറെക്കുറെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, മാക്സിമം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിൻട്രസ്റ്റിൻ്റെ കാലമാണല്ലോ, എല്ലാവരും എല്ലാ സംഭവവും ഫൈൻഡ് ചെയ്യുന്നത് പിൻട്രസ്റ്റിൽ പോയിട്ടാണ്. ഹോം ഡെക്കോർ ആണെങ്കിലും നമ്മുടെ കിച്ചൺ ഡെക്കോർ ആണെങ്കിലും ഇനിയിപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് ഫൈൻഡിങ്സ് ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറ് കിച്ചണിലേക്കുള്ള ആക്സസറീസ്, അതുപോലെ തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്. പിന്നെ നമ്മളെ കിച്ചൺ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ്, നമ്മുടെ ചെറിയ ചെറിയ പ്ലേറ്റ്സ്, സ്പൂൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ എങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് നമ്മളെ ഗേളി തിങ്സ് ആണ്. ഒരുപാട് ഗേളി ആയിട്ടുള്ള ഐറ്റംസ്, ഹെയർ പിൻ ആണെങ്കിലും ഹെയർ ആക്സസറീസ് ആണെങ്കിലും അതുപോലെ തന്നെ നെക്ക് പീസസ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു 3-in-1 വരുന്ന നെക്ക് പീസസ്, അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ്, ഹെയർ ക്ലിപ്സ്, ഇതെല്ലാം നല്ല അടിപൊളി ഹെയർ ക്ലിപ്സ് ആണ്. ഒരു പിൻട്രസ്റ്റി സ്റ്റൈലിൽ വരുന്ന ഹെയർ ക്ലിപ്സ് ആണ്. പിന്നെ ഒരുപാട് മിറേഴ്സ് ഉണ്ട്, ബാംഗിൾ സെറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബാങ്കിളാണ് കയ്യിലിടുന്ന. കളർ ഫെയ്ഡ് ആവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല, കാരണം ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇതുവരെ ജ്വല്ലറി ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ആ വൈറ്റ് ക്ലിപ്പ് എൻ്റെ കണ്ണുടക്കിട്ടോ, അതിൽ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ആവശ്യമില്ല. എന്നാലും നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് ഒരു പർച്ചേസ് അത് മസ്റ്റാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യും. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഇതുപോലത്തെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഒരു 5 ഷോപ്പ് എങ്ങാണ്ട് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഓൾമോസ്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യലാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന പണി എന്ന് പറയുന്നത്. ഷോപ്പ് വിസിറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ എവറിത്തിങ് 5 റിയാലിന് ഈ ഒരു ഷോപ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ 12 റിയാലിൻ്റെ ഷോപ്സ് വേറെയുണ്ട്, 5ഉം 12ഉം. കുറച്ച് ഇപ്പോൾ ഡ്രസ്സ് ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് വെയർ ഐറ്റംസിനൊക്കെ 12 റിയാൽ. ഫുഡ് വെയർ ഒന്നും എനിക്ക് അത്രക്ക് വർത്തായിട്ട് തോന്നിയിട്ടില്ല, പക്ഷേ എങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. ഈ ഹെയർ ആക്സസറീസിൻ്റെയും ഇടയിൽ എങ്ങനെ ഈ വാൾ ഹാങ്ങിങ് വന്നത് എന്നെനിക്കറിയില്ല, പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വാൾ ഹാങ്ങിങ് അതുപോലെ വാൾ ഡെക്കോസിൻ്റെ ഒക്കെ സെക്ഷൻ വേറെയാണ്. നമുക്ക് അവിടെയും കൂടി പോയി നോക്കാം, ഞാനത് നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതായി മിറേഴ്സ്, ഇവിടെ ഒരുപാട് മിറേഴ്സ് ഉണ്ട്. ചെറിയ ചെറിയ പോക്കറ്റ് മിറേഴ്സാണ്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. റൗണ്ട് ടൈപ്പിലുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിലുണ്ട്. ഹിജാബ് പിൻസ്, അതുപോലെ നമ്മുടെ ഹെയർ ക്ലിപ്സ്. ഇതൊരു ബീച്ച് വെയർ നെക്ക് പീസസ് ഒക്കെ പോലെ എനിക്ക് തോന്നി. നല്ല ക്യൂട്ടാണ് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ഹെയർ ക്ലിപ്സിൻ്റെ ഒരു ബാഗ്, അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ചെറിയ പെൺകുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരുപാട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ക്ലിപ്പ് കണ്ടോ, ഈ ക്ലിപ്പ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്.
നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റ്സിൻ്റെ ട്രീ പ്ലാന്റ്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. അവിടെ തന്നെ ഭയങ്കര പിൻട്രസ്റ്റി സ്റ്റൈലായിട്ടുള്ള ഒരുപാട് പോട്ട്സും ട്രീ പ്ലാന്റ്സും ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഹോം ഡെക്കോർ ഐറ്റംസ് ആണ്. ഹോം ഡെക്കോർ പ്ലാന്റ്സ് ആണെങ്കിലും ഒരുപാട് അതിൻ്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് തന്നെയുണ്ട്. ഇനി പോട്ടില്ലാത്ത പ്ലാന്റ്സ്, ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ട്യൂലിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് റോസസ്, എല്ലാ കളേഴ്സ് റോസസും ഉണ്ട്. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അതും നല്ല ഒരു എസ്തെറ്റിക് ടൈപ്പ്, ഒരു വിൻറ്റേജ് ടൈപ്പ് ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ലീവ്സ് ഇല്ലാത്ത ഫ്ലവേഴ്സ് ആണല്ലോ ഇപ്പോൾ കുറച്ചുകൂടി ട്രെൻഡിങ് എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി നമ്മൾ ടേബിൾ ഡെക്കോറിനൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ്. അതുപോലെ തന്നെ ലീവ്സ് ഇല്ല ഐറ്റംസ് വേറെ ഉണ്ട്. ഇതെവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു ടേബിൾ ലാമ്പാണ് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ്, കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മണി ബോക്സാണ്. നമ്മളെ പണ്ടത്തെ കായ്ക്കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ സാധനമാണ്. നാട്ടിൽ പൈസയാണെങ്കിൽ ഇവിടെ റിയാലാണ്, 1500 റിയാലിൻ്റെ ഒരു ബോക്സാണത്. കിഡ്സിൻ്റെ ടോയ് സെക്ഷൻ പിന്നെ പറയണ്ട, എല്ലാ ടൈപ്സും ഉണ്ട്. ഞാൻ പിന്നെ ആ പരിപാടി ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് മുങ്ങി. അത് രണ്ടുപേരും അവരായി അവരുടെ പാടായി അവർ നോക്കിക്കോളും. കാരണം മോനെ അവിടെ ചെന്നാൽ ഏതാ വേണ്ടെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. അപ്പോൾ അത് അവർ രണ്ടുപേർ തീരുമാനിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി. ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു ഫ്രെയിമാണ്. ഫ്രെയിമല്ല, ഇതൊരു വാൾ ഡെക്കോറാണ്. ഇതുപോലത്തെ ഒരുപാട് കളേഴ്സിലും ഒരുപാട് ഐറ്റംസിലും ഇവിടെ ഈ സംഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ. എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻഡിൽസ്, ഒരുപാട് സ്മെൽഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ട്. ഈ ഒരു പിങ്ക് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ മറ്റൊരു സെക്ഷനിലോട്ട് എത്തിയപ്പോഴാണ് ഇത് ലേഡീസ് പെർഫ്യൂമാണ് കേട്ടോ. പെർഫ്യൂമിന് വരെ അവിടെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ടുണ്ടെന്നാണ്. അതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. പിങ്ക് എല്ലാം ഉണ്ടായിരുന്നു, അതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. മോനിതാ ഈ ഒരു സ്പൈഡർമാൻ്റെ മാസ്കാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ അത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വാശിയായിരുന്നു. അതെല്ലാം ഇട്ടിട്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നൊരു 5 റിയാൽ ഷോപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീർന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഷോപ്സ് നമുക്ക് വിസിറ്റ് ചെയ്യണം. ഞാൻ ഒരുപാട് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.